ബാലരാമപുരത്ത് 2.5 വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ കേസിൽ നിർണായക വഴിത്തിരിവ്. കേസിലെ ഏകപ്രതിയായ അമ്മാവൻ ഹരികുമാർ മൊഴി മാറ്റിയിരിക്കുന്നു. കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് അമ്മ ശ്രീതുവാണെന്നാണ് കേസിൽ പ്രതിയായ ദേവേന്ദുവിന്റെ അമ്മാവൻ ഹരികുമാറിന്റെ പുതിയ മൊഴി. എന്തായാലും ഹരികുമാറിന്റെ പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നുണപരിശോധന നടത്താനാണ് പോലീസ് തീരുമാനം. ജയിൽ സന്ദർശനത്തിനെത്തിയ റൂറൽ എസ്.പിക്കാണ് ഹരികുമാർ മൊഴി നൽകിയത്. ഹരികുമാർ തന്നെയാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നതായിരുന്നു നേരത്തെയുള്ള മൊഴികളുടെയും അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ഹരികുമാർ താനല്ല കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞതെന്ന മൊഴി നൽകിയത്. ഹരികുമാറിന്റെ ഈ മൊഴിമാറ്റത്തോടെ വിശദമായ നുണപരിശോധനയ്ക്കും ആവശ്യമെങ്കിൽ തുടർ അന്വേഷണങ്ങൾക്കും ശേഷം കുറ്റപത്രം നൽകിയാൽ മതിയെന്നാണ് പോലീസിന്റെ തീരുമാനം. പ്രതിയായ അമ്മാവൻ ഹരികുമാറിനെയും അമ്മ ശ്രീതുവിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കും. അങ്ങനെയുള്ളപ്പോഴും കേസിന്റെ പല ഘട്ടങ്ങളിലും പോലീസിനോട് സഹകരിക്കാത്ത അമ്മ ശ്രീതു നുണപരിശോധനയ്ക്ക് തയ്യാറാകുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. സഹോദരിയുമായുള്ള വഴിവിട്ട ബന്ധത്തിന് കുട്ടി തടസ്സമായപ്പോൾ ഹരികുമാർ കുട്ടിയെ കൊലപ്പെടുത്തിയെന്നുള്ളതാണ് നിലവിലത്തെ കേസ്. 3 ആഴ്ച മുൻപ് തിരുവനന്തപുരം റൂറൽ എസ്.പി കെ.എസ്. സുദർശൻ ജയിൽ സന്ദർശിക്കാൻ എത്തിയപ്പോൾ പ്രതി ഹരികുമാർ അദ്ദേഹത്തെ കണ്ടിരുന്നു. കുഞ്ഞിനെ കൊന്നത് താനല്ലെന്നും ശ്രീതുവാണ് കൊലപാതകം നടത്തിയതെന്നും തന്നെ പ്രതിയാക്കാനുള്ള നീക്കമാണ് ശ്രീതു നടത്തിയതെന്നും ഹരികുമാർ എസ്.പിയോട് പറഞ്ഞു. തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലും ഹരികുമാർ ഈ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചു. എന്നാൽ ഹരികുമാർ പറഞ്ഞത് പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടതോടെ ഹരികുമാറിനെയും ശ്രീതുവിനെയും നുണപരിശോധനയ്ക്ക് ഹാജരാക്കാൻ പോലീസ് തീരുമാനിച്ചുവെന്നതാണ് കേസുമായി ബന്ധപ്പെട്ട് ഒടുവിൽ പുറത്തുവരുന്ന സുപ്രധാന വിവരം. നേരത്തെ ദേവേന്ദുവിന്റെ അച്ഛനും ശ്രീതുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും ആദ്യ അന്വേഷണത്തിലും ഇതുവരെയും ശ്രീതുവിനെതിരെ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ഹരികുമാർ ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. നേരത്തെ കുട്ടിയുടെ അമ്മ ശ്രീതുവിന് കൃത്യത്തിൽ പങ്കുണ്ടെന്നും പ്രതി ചേർക്കുമെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പക്ഷേ ചോദ്യം ചെയ്യലിന് ശേഷം കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്ന് കണ്ട് ശ്രീതുവിനെ താൽക്കാലികമായി വിട്ടയക്കാൻ തീരുമാനിക്കുകയായിരുന്നു പോലീസ്. പക്ഷേ ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത സ്ഥിതി വന്നതോടെ ശ്രീതുവിനെ മഹിളാ ജയിലിലേക്ക് മാറ്റി. 2025 ജനുവരി 30-നാണ് ബാലരാമപുരത്തെ വീട്ടിലെ കിണറ്റിൽ നിന്ന് 2.5 വയസ്സുകാരി ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മാവൻ ഹരികുമാർ കുട്ടിയെ മുറിയിൽ നിന്നും എടുത്തുകൊണ്ടുപോയി കിണറ്റിൽ എറിയുകയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഹരികുമാറിന് തൻ്റെ സഹോദരിയോടുള്ള വഴിവിട്ട താല്പര്യത്തിൽ അവർ തയ്യാറാകാത്തതിന് കുട്ടിയൊരു തടസ്സമായി കണ്ടെത്തിയതിനെ തുടർന്നാണ് കൊലപാതകം എന്നതിലേക്ക് കടന്നതെന്നായിരുന്നു അതിന് കാരണമായി പോലീസ് കണ്ടെത്തിയത്. രാവിലെ 7 മണിയോടെയാണ് 2.5 വയസ്സുകാരിയായ കുട്ടിയെ കാണാനില്ലെന്ന വിവരം നാട്ടുകാർ അറിയുന്നത്. വീട്ടുകാർ തന്നെയാണ് നാട്ടുകാരോട് ഈ വിവരം പറഞ്ഞതും. കോട്ടുകാൽ കോണം സ്വദേശികളായ ശ്രീതുവിന്റെയും ശ്രീജിത്തിന്റെയും മകളായിരുന്നു മരണപ്പെട്ട ദേവേന്ദു. കുട്ടിയുടെ മുത്തച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ വീട്ടിൽ നടക്കാനിരിക്കുകയാണ് സംഭവങ്ങൾ ഉണ്ടായത്. ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ബന്ധുക്കളും നാട്ടുകാരുമാണ് കുഞ്ഞിനെ കണ്ടെത്താനായി ആദ്യം തിരച്ചിൽ നടത്തിയത്. ഇതിനിടയിലാണ് 8:15 വീട്ടുമുറ്റത്തെ കിണറ്റിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഗ്നിരക്ഷാ സേന ഉൾപ്പെടെ എത്തി കുട്ടിയുടെ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. ഈ സമയത്തൊക്കെ കുട്ടിയുടെ അമ്മ ഉൾപ്പെടെ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. രാവിലെ ശുചിമുറിയിലേക്ക് പോയപ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേട്ടുവെന്നും അമ്മ പറഞ്ഞിരുന്നു. കുഞ്ഞ് കരയുന്നുവെന്ന് മുത്തശ്ശി വിളിച്ചു പറഞ്ഞുവെന്നും തിരികെ മുറിയിലെത്തി നോക്കുമ്പോൾ കുഞ്ഞിനെ കാണാനില്ലെന്നുമായിരുന്നു അമ്മ പറഞ്ഞത്. ഇതിനിടെ ഒരാൾ മതിൽ ചാടി പോകുന്നത് കണ്ടുവെന്നും ഇവർ പറഞ്ഞു. കുഞ്ഞ് സഹോദരന്റെ മുറിയിലായിരുന്നുവെന്ന് അമ്മ പറഞ്ഞെങ്കിലും അത് തെറ്റാണെന്ന് അയൽവാസികളടക്കം പറഞ്ഞിരുന്നു. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിലാണ് കുഞ്ഞിന്റെ അമ്മ ശ്രീതു ജോലി ചെയ്തിരുന്നത്. പിതാവ് സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരനാണ്. ഇവർ കഴിഞ്ഞ കുറെ നാളുകൾ അകന്നാണ് താമസിച്ചിരുന്നത്. ശ്രീതുവിന്റെ പിതാവിന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ഏറെ നാളുകൾക്ക് ശേഷം ദേവേന്ദുവിന്റെ പിതാവ് ഈ വീട്ടിലേക്ക് എത്തിയതും. ഒരു ഘട്ടത്തിൽ കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടെന്ന വിവരവും പുറത്തു വന്നിരുന്നു. അതേസമയം 30 ലക്ഷം രൂപ കാണാനില്ലെന്ന് കാട്ടി സംഭവത്തിനോട് അടുത്ത ദിവസം കുടുംബം നൽകിയ പരാതി വ്യാജമാണെന്ന് പോലീസും കണ്ടെത്തിയിരുന്നു. പുലർച്ചെ ശ്രീതുവിന്റെ സഹോദരന്റെ മുറിയിൽ തീപിടുത്തമുണ്ടായതും ദുരൂഹത വർദ്ധിപ്പിച്ചിരുന്നു. വീട്ടിൽ തന്നെയുള്ള ആരോ ഒരാൾ തന്നെയാണ് കുട്ടിയെ അപായപ്പെടുത്തിയതെന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് ആദ്യഘട്ടം മുതലേ പോലീസ് അന്വേഷണം പുരോഗമിച്ചതും. കുറ്റം ഏറ്റുപറഞ്ഞെങ്കിലും എന്തിനു വേണ്ടിയാണ് കുഞ്ഞിനെ കൊന്നതെന്ന ചോദ്യത്തിന് ഹരികുമാർ കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല. ആദ്യഘട്ടത്തിൽ പോലീസിനോട് കയർക്കുന്ന സമീപനമാണ് ഹരികുമാർ സ്വീകരിച്ചത്. ഹരികുമാർ ചെറിയ തോതിൽ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേസിലെ പ്രതിയായ അമ്മാവൻ ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി കരുതുന്നില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. കോടതി നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധരാണ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയ്ക്ക് പിന്നാലെയാണ്
പ്രതിയായ ഹരികുമാറിന് മാനസികാസ്വാസ്ഥ്യമുള്ളതായി തോന്നുന്നില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായതെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരുന്നു. കുഞ്ഞിനെ പുലർച്ചെ പിതാവ് ശ്രീജിത്തിന്റെ അടുത്തു കിടത്തിയ ശേഷമാണ് ശുചിമുറിയിലേക്ക് പോയതെന്നാണ് അമ്മ ശ്രീതു ആദ്യം പറഞ്ഞത്. ശ്രീതുവിന്റെ മൊഴിയിൽ തുടക്കത്തിൽ തന്നെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. അച്ഛനൊപ്പമായിരുന്നു കുട്ടിയെ ഉറക്കാൻ കിടത്തിയതെന്നായിരുന്നു ശ്രീതു നൽകിയ മൊഴി. എന്നാൽ അച്ഛൻ ശ്രീജിത്തിനെ ചോദ്യം ചെയ്തപ്പോൾ അമ്മയ്ക്കൊപ്പമായിരുന്നു കുട്ടിയെന്നായിരുന്നു വെളിപ്പെടുത്തൽ. ഇത്തരത്തിൽ മൊഴികളിലെ വൈരുദ്ധ്യമാണ് ആദ്യം മുതലേ കുടുംബത്തിലേക്ക് പോലീസിന്റെ സംശയങ്ങൾ എത്തിച്ചത്. 4 പേരെയും മാറ്റിയിരുത്തി ചോദ്യം ചെയ്തപ്പോൾ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ ഒരു കാര്യം പോലീസിന് ബോധ്യമായി. കൊലപാതകത്തിൽ അച്ഛനും അമ്മൂമ്മയ്ക്കും ബന്ധമില്ല. പിന്നീട് അവരോട് പോലീസ് ചോദിച്ചത് മുഴുവനും ശ്രീതുവിനെയും സഹോദരനെയും കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. ആദ്യം സഹോദരനെ രക്ഷിക്കുന്ന മൊഴികളാണ് ശ്രീതുവിൽ നിന്നുണ്ടായത് എന്നതിനാൽ പോലീസ് ശ്രീതുവിനെയും സംശയിച്ചു. സ്വന്തം കുഞ്ഞാണ് മരിച്ചതെന്ന ദുഃഖം തെല്ലുമില്ലാതെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അമ്മയുടെയും അമ്മാവന്റെയും ഭാഗത്തു നിന്നുണ്ടായതും. കുഞ്ഞിനെ കൊലപ്പെടുത്താൻ അമ്മ ശ്രീതുവിന്റെ സഹായം ഇയാൾക്ക് ലഭിച്ചതായും ആദ്യഘട്ടത്തിൽ വാർത്തകൾ വന്നിരുന്നു. ശ്രീതുവിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് സഹോദരൻ ഹരികുമാറുമായുള്ള ചാറ്റുകളിൽ അസ്വാഭാവികത അഥവാ സാധാരണഗതിയിലുള്ള സഹോദര ബന്ധമല്ല ഇരുവരും തമ്മിലുള്ളതെന്നും പോലീസിന് വ്യക്തമായി. ഹരികുമാറിനെ കൂടാതെ കുട്ടിയുടെ അമ്മ, അച്ഛൻ, മുത്തശ്ശി എന്നിവരെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ കേസിന് മന്ത്രവാദമായോ ആഭിചാരവുമായോ ബന്ധമുണ്ടോ എന്ന സംശയവും നിലനിന്നിരുന്നു. ഇതിന്റെ ഭാഗമായി ജ്യോത്സ്യൻ ദേവിദാസനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ശ്രീതുവിന്റെ കുടുംബവുമായി ബന്ധമില്ലെന്നും കോവിഡിന് മുൻപ് ഹരികുമാർ ജ്യോതിശാലയത്തിൽ ജോലി ചെയ്തിരുന്നുവെന്നുമാണ് ദേവദാസൻ മൊഴി നൽകിയത്. അവരുടെ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല, അന്ധവിശ്വാസം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ എന്നും ദേവിദാസൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. താൻ ആരുടെയും ആത്മീയ ഗുരുവല്ലെന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ ദേവിദാസൻ പറഞ്ഞിരുന്നു. വീട് വാങ്ങാനെന്ന പേരിൽ 30 ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി ദേവിദാസൻ തട്ടിയെടുത്തതായി കുട്ടിയുടെ അമ്മ പോലീസിൽ മൊഴി നൽകിയിരുന്നു. എന്നാൽ കുട്ടിയുടെ മരണവുമായി ദേവിദാസന് മറ്റു ബന്ധങ്ങളില്ലെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. അതേസമയം കുട്ടിയുടെ ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നും ഇല്ലെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ബലപ്രയോഗം നടത്തിയതിന്റെ ലക്ഷണങ്ങളും ദേഹപരിശോധനയിൽ കണ്ടെത്തിയിരുന്നില്ല. കുട്ടി കിണറ്റിൽ വീണ് മുങ്ങി മരിച്ചതാണെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശ്വാസകോശത്തിൽ വെള്ളം കയറിയ നിലയിലായിരുന്നു. അതേസമയം ദേവേന്ദുവിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞതെന്ന സ്ഥിരീകരണമായിരുന്നു മലയാളികളെ വല്ലാതെ വേദനിപ്പിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുഞ്ഞിന്റെ മൃതദേഹം ബാലരാമപുരത്തെ കുടുംബ വീട്ടിൽ എത്തിച്ചു നടത്തിയ സംസ്കാര ചടങ്ങും മലയാളികൾ മറക്കാനിടയില്ല. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരി ദേവേന്ദുവിന് നാടൊരുമിച്ചാണ് വിട നൽകിയത്. സംസ്കാരത്തിൽ പങ്കെടുക്കാൻ കുഞ്ഞിന്റെ അമ്മൂമ്മയും അച്ഛനും എത്തിയിരുന്നു. മുത്തശ്ശി ശ്രീകലയെയും അച്ഛൻ ശ്രീജിത്തിനെയും പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും 2 പേരും നിരപരാധികളാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇരുവരെയും വിട്ടയക്കുകയായിരുന്നു. ഇരുവരും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലെത്തിയതിനു ശേഷമായിരുന്നു ദേവേന്ദുവിന്റെ സംസ്കാരം. അമ്മ ശ്രീതു കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങ് നടക്കുമ്പോഴും പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.